നാം എല്ലാം മനുഷ്യർ മാനവരാശിയുടെ സ്നേഹവും കരുതലും കൊണ്ട് മെനഞ്ഞെടുത്തതാണ് ഈ ലോകം എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയാറുണ്ട്. വലിയ ആരാധക വൃന്ദമുള്ള താരമായിട്ടും അടിസ്ഥാനപരമായി ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റുന്ന താരം. പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നാണിച്ച്, ആദ്യമായി സ്റ്റേജിൽ കയറുമ്പോൾ വിക്കി വിയർത്ത് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ വിറയ്ക്കുകയും, ജൂനിയർ ആർട്ടിസ്റ്റായിരിക്കെ അന്നം നിഷേധിക്കപ്പെട്ട് കരഞ്ഞിറങ്ങിയെടുത്തു വളർന്നു ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകത്ത് സമാനതകളില്ലാത്ത പ്രതിഭാസമായി മാറിയ താരം. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു കാണും. വേറെ ആരുമല്ല, ഒരു ജനത മുഴുവൻ സ്നേഹത്തോടെ നെഞ്ചിലേക്ക് വിളിക്കുന്ന മക്കൾ സെൽവം എന്ന വിജയ് സേതുപതി. മക്കൾ സെൽവം വിജയ് സേതുപതി. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആരോ പറഞ്ഞു കേട്ട ഒരു കഥയാണ് ജ്ഞാപകത്തിൽ വരുന്നത്. സാന്റിയാഗോ എന്ന സ്ഥലത്ത് ഒരു ബലൂൺ കച്ചവടക്കാരനുണ്ടായിരുന്നു. കച്ചവടം കുറയുന്ന സമയത്ത് അദ്ദേഹം ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പറത്തിവിടും. ഇത് കണ്ടു നിൽക്കുന്ന കുട്ടികൾ ഓടിക്കൂടി. ബലൂൺ കച്ചവടം വീണ്ടും തകൃതിയായി നടക്കും. അങ്ങനെ ഒരിക്കൽ ഒരു കുട്ടി ബലൂൺ കച്ചവടക്കാരനോട് ചോദിച്ചു, ആ കറുത്ത ബലൂൺ മുകളിലേക്ക് പറത്തിയാൽ പറക്കുമോ? അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ബലൂണിൻ്റെ നിറമോ വലിപ്പമോ ഒന്നുമല്ല പ്രശ്നം, അതിനെ എന്താണോ ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്ന ഘടകം, അതാണ് ഉയരത്തിൽ എത്താൻ സഹായിക്കുന്നത്. അതുപോലൊരു തിരിച്ചറിവിൻ്റെ ബാക്കി പത്രം പോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് വിജയ് സേതുപതി ചിറകു വീശി പറന്നു കയറുന്നു. പരിധികളില്ലാതെ സ്വപ്നം കാണാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. തമിഴിലെ പ്രമുഖ സംവിധായകരിൽ ഒരാളായ കാർത്തിക് സുബരാജ് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2010 ഡിസംബർ 23 സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിക്കുകയുണ്ടായി. ചെന്നൈക്ക് പരുവക്കാറ്റ് എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ്. വിജയ് സേതുപതിയെ വെള്ളിത്തിരയിൽ കാണുന്നതിൽ അതീവ സന്തോഷത്തിലാണ്. എല്ലാവിധ ആശംസകളും. വിജയ്, നീ തകർക്കും. തൊട്ടു പിന്നാലെ ഒരു വിരുദ്ധൻ്റെ കമൻറ്റ് പിറവികൊണ്ടു. ആരാണ് വിജയ് സേതുപതി? 14 വർഷങ്ങൾക്ക് മുൻപ് തമിഴ് ജനതയുടെ കമൻറ്റിന് മറുപടിയായി കാർത്തിക് സുബരാജ് ഇങ്ങനെ പറഞ്ഞു, വിജയ് സേതുപതി ആരാണെന്ന് വൈകാതെ നിങ്ങളറിയും. ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം ആദരിക്കുകയും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഡേറ്റിന് വേണ്ടി പുറകെ നടക്കുന്ന സംവിധായകരുമാണ് ഏറെയും. എന്നാൽ വിജയ് സേതുപതിയുടെ തുടക്കകാലത്ത് ജൂനിയർ ആർട്ടിസ്റ്റാകാൻ പോലും നിന്നെ കൊള്ളില്ലെന്ന് പരിഹസിച്ചവർക്കിടയിലൂടെ സഞ്ചരിച്ച് സത്യത്തിൽ പൊരുതി നേടിയ ജീവിതമാണ് ഇന്നത്തെ വിജയ് സേതുപതിയുടേത്. പലരും പല കുറ്റങ്ങളാണ് മുൻനിർത്തിയത്. ഉയരമില്ലെന്നും കർത്തവനാണെന്നും കാഴ്ചയിൽ തീരെ ഭംഗിയില്ലെന്നുമൊക്കെ അപഹസിച്ചവരുണ്ട്. എന്നാൽ തൻ്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള ചലച്ചിത്ര രംഗത്ത് തന്നെയുള്ള ഒരു വ്യക്തിയുടെ കമൻറ്റിലാണ് വേദനിച്ചത്. വെറുതെ വെള്ളം കോരേണ്ട വിജയ്, ഒരിക്കലും നിനക്ക് ചാൻസ് കിട്ടാൻ പോകുന്നില്ല. സിനിമയിൽ ഒരു നവാഗതൻ വിജയം കയ്യെത്തിപ്പിടിക്കും വരെ എന്തും കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്. തമിഴ്നാട്ടിലെ രാജപാളയം സ്വദേശി കാളിമുത്തുവിൻ്റെയും സരസ്വതിയുടെയും 4 മക്കളിൽ രണ്ടാമനായിരുന്നു വിജയ് സേതുപതി. പിതാവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വിജയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ ആ കുടുംബം ചെന്നൈയിലെത്തി. കോടമ്പക്കം MGR ഹൈസ്കൂളിലായി പഠനം പൂർത്തിയാക്കി. പഠനത്തിലും സ്പോർട്സിലും കലാപരമായ കാര്യങ്ങളിലായാലും വിജയ് പിന്നിലായിരുന്നു. ഒന്നിലും പ്രത്യേക അഭിരുചികളില്ലാതെ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശേഷിയില്ലാത്ത ഒരു ശരാശരി വിദ്യാർത്ഥി. പഠനത്തിലും സ്പോർട്സിലും കലാപരമായ കാര്യങ്ങളിൽ ആയാലും വിജയ് പിന്നിലായിരുന്നു. പണ്ട് മുതലേ സിനിമ എന്ന മായാലോകം ഒട്ടുമിക്ക ആളുകളെയും പോലെ അദ്ദേഹത്തെയും ആകർഷിച്ചിരുന്നു. അങ്ങനെയിരിക്കെ 16-ാം വയസ്സിൽ കൂട്ടുകാർക്കൊപ്പം നന്മവർ എന്ന പടത്തിൻ്റെ ഓഡിഷനിൽ പങ്കെടുത്തു. ഉയരം കുറവാണെന്ന് പറഞ്ഞ് അവർ അന്ന് തിരസ്കരിച്ചു. ഒടുവിൽ മടങ്ങിയെത്തിയ വിജയ് നിരാശനായിരിക്കുന്നത് കണ്ട് അച്ഛൻ കാരണം തിരക്കി. വിജയ് സങ്കടത്തോടെ നടന്ന സംഭവം വിശദീകരിച്ചു. സാധാരണ പിതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി അച്ഛൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മകൻ മിടുക്കനാണ്, നീ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിജയ്ക്ക് ദേഷ്യമാണ് തോന്നിയത്. പഠിക്കുകയുമില്ല, മറ്റൊരു കഴിവുമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തിനാണപ്പാ ഇങ്ങനെ കളിയാക്കുന്നത്? വിജയ് വഴക്കിട്ടു. അപ്പോഴും അച്ഛൻ അത് തന്നെ ആവർത്തിച്ചു, കളിയാക്കിയതല്ല മോനെ, എൻ്റെ മനസ്സ് പറയുന്നു, നീ മിടുക്കനാണ്, ജീവിതത്തിൽ നീ ഉയരത്തിലെത്തുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച വിജയ്ക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് മഹാവിജയങ്ങളുടെ നെറുകയിൽ നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖവും അതുതന്നെയാണ്. താൻ ആരുമല്ലാതിരുന്ന കാലത്തും എൻ്റെ മകൻ ഉയരങ്ങളിലെത്തും, നീ മിടുക്കനാണ്, ഒരു മന്ത്രം പോലെ പറഞ്ഞ് ആത്മവിശ്വാസം ഉയർത്തിയ പിതാവ് ഇന്ന് തനിക്കൊപ്പമില്ല. അന്ന് അച്ഛനെ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വിജയുടെ ഏറ്റവും വലിയ ആഗ്രഹം
തൻ്റെ മക്കൾ വളർന്നുയരങ്ങളിലെത്തുമ്പോൾ കൈയടിക്കാൻ താനൊപ്പം ഉണ്ടാവണം എന്നാണ്. പണ്ട് കൂട്ടുകാരൊക്കെ ധാരാളം പോക്കറ്റ് മണിയുമായി വന്ന് അടിച്ചു പൊളിക്കുമ്പോൾ പണം ചോദിക്കാനുള്ള സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിലും ടെലിഫോൺ ബൂത്തിലും ഫോൺ ഓപ്പറേറ്ററായി നിന്നിട്ടുണ്ട്. ബികോം കഴിഞ്ഞ് ജീവിക്കാൻ ഒരു ജോലി വേണമെന്ന സാഹചര്യം വന്നപ്പോൾ വളരെ കുറഞ്ഞ വേതനത്തിന് ഹോൾസെയിൽ സിമൻറ്റ് കമ്പനിയിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റായി കയറിക്കൂടി. അനുജൻ്റെയും അനുജത്തിയുടെയും പഠനം, സഹോദരിയുടെ വിവാഹം, ചെറിയ തുക കൊണ്ട് പിടിച്ചു നിൽക്കാൻ ആവാതെ വന്നപ്പോൾ വിജയ് ചേട്ടൻ്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഗൾഫിലേക്ക് പറന്നു. വിജയുടെ മനോനില തന്നെ മാറ്റിമറിച്ച കാലമായിരുന്നു അത്. കറുപ്പു നിറം, സൗന്ദര്യമില്ലായ്മയുമൊക്കെ മനസ്സിൽ കൊണ്ടു നടന്ന് വിഷമിച്ച വിജയ്ക്ക് അതൊന്നുമല്ല വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഗൾഫ് കാലഘട്ടമായിരുന്നു. സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച കാലം.